ജിതിൻ ലാലിൻ്റെ സംവിധാനത്തിൽ ടൊവിനോ 3 കഥാപാത്രങ്ങളിലെത്തി 3D റിലീസായി ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ARM അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ട് വന്നതല്ല, എൻ്റെ ഒപ്പീനിയനാണ് ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ ARM എന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ജിതിൻ ലാൽ എന്ന ഡയറക്ടറിൻ്റെ ഫസ്റ്റ് ഫിലിം, ഒരു ഡെബ്യൂ ഫിലിമാണ്. ഡെബ്യൂ ഫിലിം തന്നെ ഒരു 3D കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു സംഭവം തന്നെയാണ്. ആൻഡ് അതുമാത്രമല്ല, ടൊവിനോ തോമസിൻ്റെ 50ാമത്തെ സിനിമയും കൂടിയാണ് ARM എന്ന സിനിമ. ആൻഡ് ഒരുപാട് എഫേർട്ട് സിനിമയിൽ എടുത്തിട്ടുണ്ട്, അതെല്ലാം നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. സിനിമയിൽ വളരെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് അണിനിരന്ന ഒരു സിനിമയാണ് ARM അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമ. നോക്കുകയാണെങ്കിൽ ടൊവിനോ തോമസ്, കീർത്തി ഷെട്ടി, ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി, ബേസിൽ ജോസഫ്, ജഗദീഷ്, അതും ഇതിനൊക്കെ പുറമെ നോക്കുകയാണെങ്കിൽ മോഹൻലാൽ ഈ സിനിമയ്ക്ക് ഒരു വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് ഇതൊരു യൂണിവേഴ്സായിട്ട് ബിൽഡ് ആവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അങ്ങനെയാണ് സിനിമ കാണിച്ചു വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് വന്നതിൽ നല്ലൊരു 3D സിനിമ, നല്ല 3D എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. ഓണക്കാലമാണ്, അവധിക്കാലമാണ്, കുട്ടികളുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് പോയാൽ ആ 3D അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും. വളരെ പെർഫെക്റ്റ് ആയിട്ട് 3D ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വളരെ നല്ല എഫക്റ്റ്. കാരണം ഈ അടുത്ത് വന്ന സിനിമകളിൽ, ഈ അടുത്ത് കണ്ട ഹോളിവുഡ് സിനിമകളുടെയൊക്കെ ഒരു ലെവലിൽ തന്നെ 3D എടുത്തുകൊണ്ട് വരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് അപ്രിഷ്യേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ റിയലി എൻജോയ്ഡ് ഇറ്റ്. ആ 3D ആ ടെക്നിക്കൽ സൈഡ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയെ തോളിൽ താങ്ങിയ ടൊവിനോ തോമസ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ 3 കഥാപാത്രങ്ങൾ, 3 കാലഘട്ടങ്ങളിലാണ് സിനിമയെ കാണിക്കുന്നത്. 3 കഥാപാത്രങ്ങളും അദ്ദേഹം കൊടുത്ത മോഡുലേഷനൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മണിയൻ എന്ന കഥാപാത്രം, ആ ഒരു കഥാപാത്രം നോക്കുകയാണെങ്കിൽ മലയാള സിനിമ ചരിത്രത്തിൽ എന്താ പറയുക, ഒരു കൾട്ടായിട്ട് മാറാൻ പോകുന്നൊരു കഥാപാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നല്ലൊരു എഫേർട്ട് ആ കഥാപാത്രത്തിന് ടൊവിനോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശൈലിയെല്ലാം തന്നെ ആ ഒരു കഥാപാത്രത്തിന് വളരെ ഡിഫറൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് മറ്റ് 2 കഥാപാത്രങ്ങളും വളരെ മികച്ച നിൽക്കുന്ന കഥാപാത്രമാണ് ഈ ഫീൽ. പക്ഷേ എനിക്ക് തോന്നുന്നു മണിയൻ്റെ അടുത്ത് എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക ഇഷ്ടം തോന്നുന്നൊരു കഥാപാത്രം മണി എന്ന കഥാപാത്രം നിൽക്കുന്നുണ്ട്. ആൻഡ് പിന്നെ നോക്കിയാണെങ്കിൽ സിനിമയുടെ കഥ വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയാണ്. ഒരു മാജിക്കൽ റിയലിസം, അത് വളരെ എന്താ പറയുക കൺവിൻസിംഗ് ആയിട്ട് എടുത്തുകൊണ്ട് വരാൻ സാധിച്ച ഒരു സിനിമയും കൂടെയാണ് ARM. ഇതിന് മുമ്പ് ഇങ്ങനെയുള്ള സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും അത് പ്രേക്ഷകരുടെ ഇടയിൽ വളരെ വലിയൊരു ശ്രദ്ധ കിട്ടിയിട്ടില്ലായിരുന്നു, കാരണം വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ നോക്കുകയാണെങ്കിൽ അത് വളരെ കൺവിക്ഷനോടെ എന്താ പറയുക എല്ലാവർക്കും മനസ്സിലാക്കി എടുക്കുന്ന തരത്തിൽ അതിനെ എടുത്തുകൊണ്ട് വരാൻ ഡയറക്ടറിന് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ബാക്കിയുള്ള ടെക്നിക്കൽ ടീമും അത് വളരെ നന്നായിട്ട് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. സോ ഒരു ആ വിളക്ക് കെട്ട കള്ളൻ, ആ കള്ളൻ്റെ തലമുറയിൽ നിന്ന് വരുന്ന വേറൊരു ചെറുപ്പക്കാരൻ, അയാൾ ചെറുപ്പത്തിൽ തൊട്ട് കള്ളൻ എന്ന വിളിപ്പേര് കേൾക്കുന്നു. തുടർന്നൊരു പ്രണയം എന്നൊക്കെ പറയുന്ന ഒരു എന്താ പറയുക മാജിക്കൽ ഫാൻറ്റസി റിയലിസം എന്ന ആ ഒരു ജേണറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ സിനിമയിൽ ഉൾക്കൊള്ളിക്കാൻ ഡയറക്ടറിന് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ കൺവിൻസിംഗ് ആയിട്ട് നമുക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. വളരെ നന്നായിട്ട് തോന്നി. എനിക്കിൻ്റെ ക്ലൈമാക്സ് പോർഷൻ കുറച്ചുകൂടി വലിച്ചു നീട്ടുമ്പോൾ എനിക്ക് ഫീൽ കുറച്ചും കൂടെ ഒരു ക്രിസ്പായിട്ട് കുറച്ചും കൂടെ ഒതുക്കി എടുക്കിയിരുന്നെങ്കിൽ ക്ലൈമാക്സ് ഒരു വലിയ ബാങ് ആയിട്ട് തന്നെ ഫീൽ ചെയ്ത് തന്നെ. ക്ലൈമാക്സ് കുറച്ചും കൂടെ ഒന്ന് ഷോർട്ട് ചെയ്യാമായിരുന്നു. സിനിമ എന്താ പറയുക കുറച്ചധികം ക്ലൈമാക്സ് പോർഷൻ വരുമ്പോൾ കുറച്ചധികം ഓടുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എൻ്റെ പേഴ്സണൽ ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. പക്ഷേ അത് വെച്ച് നോക്കാത്ത എല്ലാ കാര്യങ്ങളും ഈ അജയന് വരുന്ന ആ ഒരു ചെറിയ പ്രണയമാണെങ്കിൽ പോലും വളരെ എന്താ പറയുക നാച്ചുറലായിട്ട് ഫീൽ ചെയ്തു. ആൻഡ് വന്നവരെല്ലാം പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ മണിയൻ്റെ ആ പെയറായിട്ട് വന്ന സുരഭി ലക്ഷ്മി നോക്കുകയാണെങ്കിൽ വണ്ടർഫുൾ പെർഫോമൻസ്. കുറച്ച് സമയം മാത്രമേ സ്ക്രീനിൽ വരുന്നുണ്ടെങ്കിൽ പോലും വളരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അത് അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നേരെ ടൊവിനോ തോമസ് ആണ് ഈ പടത്തിന് ആ തോളിലെടുത്ത് വെച്ചിരിക്കുന്നത്. ബേസിൽ ജോസഫ് വരുന്നുണ്ട്. ആൻഡ് ടൊവിനോ ബേസിലായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ, അവരുടെ കോമഡി നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരു അവധിക്കാലമാണ്, കുട്ടികളുണ്ട് എങ്കിൽ ഒരു 3D സിനിമയാണ്. പോയിരുന്ന് കണ്ടാൽ വളരെ നന്നായിട്ട് എൻജോയബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരെയും